ഗുരുദേവാ ഗുരുദേവാ ശ്രീനാരായണ ഗുരുദേവാ. ഞാൻ അഞ്ജിത ജയൻ. അഞ്ജിതാസ് വേൾഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പുതിയ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മളെ SNDP യോഗം പാറശാല യൂണിയൻ ഓഫീസിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അവിടുത്തെ വിശേഷങ്ങളാണ്. ഇന്ന് പെൻഷനേഴ്സിൻ്റെ ഒരു രൂപീകരണമാണ് ഇന്നിവിടെ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ മീറ്റിംഗ് ഒക്കെ ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിൻ്റെ മീറ്റിംഗ് അടുത്ത മീറ്റിംഗ് വന്നിട്ട് പെൻഷനേഴ്സാണ്. പെൻഷൻ അയാൾക്കാരെ വിളിച്ചിട്ട് അവരിൽ നിന്ന് അഭിപ്രായങ്ങൾ അറിഞ്ഞിട്ട് ഒരു അടുത്ത സ്റ്റെപ്പിലേക്ക് യൂണിയനിലും ശാഖയ്ക്കും വേണ്ടി എന്തെങ്കിലും പ്രയോജനമായ ഓരോ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി. ഇതാണ് ഇന്നത്തെ ഉദ്ദേശം അല്ലേ? ശരി, അപ്പം തുടർന്ന് കാണാം കേട്ടോ. ശരി, കാണാം. താങ്ക് യു. SNDP യോഗം യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ ഓഫീസിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. പാറശാല. ചെയ്തിട്ടുണ്ട് കേട്ടോ. പുതിയ മീറ്റിംഗ് നടക്കണം. കാണാം. നമസ്കാരമുണ്ട്. പിന്നെ സെക്രട്ടറിയുടെ സ്വപ്നപദ്ധതിയാണ് പെൻഷൻ ഫോറം എംപ്ലോയീസ് ഫോറം. അത് എല്ലാവരും പല കാര്യങ്ങൾ ഇതിനകത്ത് അറിയാനുണ്ട്. പിള്ളേർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഓൺലൈൻ ക്ലാസ് ഉണ്ട്. ഇനി അടുത്ത എൻട്രൻസ് പ്രത്യേകിച്ച് വയ്ക്കുന്നുണ്ട്. പെൻഷൻ ഫോറം ഞാൻ പറയുന്നുണ്ട്. ഇപ്പോൾ കമ്മിറ്റി അംഗങ്ങളായി എല്ലാവർക്കും വിജയാശംസിക്കുന്നുണ്ട്. നമ്മുടെ പരിപാടികൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ എംപ്ലോയീസ് ഫോറത്തിൻ്റെ മീറ്റിംഗ്. അപ്പോൾ അതിന് കൃതജ്ഞത രേഖപ്പെടുത്തുവാനായിട്ട് ചന്ദ്രലാൽ ഞാൻ ക്ഷണിച്ചത്. എംപ്ലോയീസ് ഫോറത്തിൻ്റെ പേരിൽ എൻ്റെ പേരിൽ കൃതജ്ഞത അറിയിക്കുന്നു.
അതുകൊണ്ട് ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഓരോരുത്തരുടെ പേരെടുത്ത് പറഞ്ഞ എല്ലാവർക്കും പാറച്ചാൽ ഇന്നത്തെ പേരിൽ എംപ്ലോയി ഭവൻ്റെ പേരിൽ എൻ്റെ പേരിൽ കൃതജ്ഞത അറിയിക്കുന്നു. പെൻഷനേഴ്സ് കൗൺസിലിൻ്റെ മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. നമ്മുടെ എല്ലാ ശാഖയിലും അറിയിപ്പ് കൊടുത്തതനുസരിച്ച് അവിടുത്തെ കേരള സർക്കാർ, കേന്ദ്ര സർക്കാർ, അർദ്ധ സർക്കാർ മേഖലയിൽ ജോലി ചെയ്ത് പെൻഷനായവരുടെ ഒരു കൂട്ടായ്മ ആണ് പെൻഷൻ കൗൺസിൽ. ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ അവരുടെ നിർദ്ദേശപ്രകാരം ഇവിടെ അഡ്മിനിസ്ട്രേറ്റർ അറിയിക്കുകയും പെൻഷൻ കൗൺസിൽ ഉടൻ രൂപീകരിക്കണമെന്ന് പറയുകയും ചെയ്തു. അതനുസരിച്ചാണ് പെട്ടെന്ന് എല്ലാ ശാഖയിലും അറിയിപ്പ് കൊടുത്തത്. അപ്പോൾ ശാഖകളിൽ കിട്ടിയിട്ടുള്ള ലിസ്റ്റ് അനുസരിച്ച് ഏകദേശം 30-35 പേര് നമുക്ക് തന്നിട്ടുണ്ട് പെൻഷൻ കൗൺസിലിലേക്ക്. അപ്പോൾ എല്ലാവരും ഇത് നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പോൾ അതിനായി നമ്മളിവിടെ ആദ്യം നമ്മൾ വിളക്ക് കത്തിച്ച് ഗുരുസ്തുതിയോടുകൂടി നമ്മുടെ ഈ മീറ്റിംഗ് ആരംഭിക്കാം. എല്ലാവരും ഒന്ന് ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरु साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः. അപ്പോൾ എല്ലാ ശാഖകളിലും ഈ കമ്മിറ്റി അങ്ങോട്ട് രൂപീകരിക്കുവാനും തുടർന്ന് യൂണിയനിലും ഒരു കമ്മിറ്റി എടുക്കുവാനും വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ഇവിടെ കൂടിയിരിക്കുന്നത്. നമ്മുടെ യൂണിയനിൽ അതേപോലെ ശാഖകളിൽ നമ്മുടെ ആൾക്കാർക്ക്, അതായത് നമ്മുടെ പാവപ്പെട്ട നമ്മുടെ ശ്രീനാരായണീയർക്ക് സർക്കാർ തലത്തിലുള്ള കാര്യങ്ങൾ, ആനുകൂല്യങ്ങൾ, അതുപോലെ വരുന്ന മറ്റു കാര്യങ്ങളെല്ലാം ഇതിൻ്റെ കേന്ദ്ര സമിതിയിൽ നിന്നും ഒക്കെ അറിയിപ്പ് കൊടുക്കും ഈ കമ്മിറ്റികൾക്ക്. അപ്പോൾ അതനുസരിച്ച് ഒരു ഹെൽപ്പ് ഡെസ്കായിട്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അവരുടെ ഒരു ചുമതലപ്പെടുത്തുന്നതാണ്. അപ്പോൾ അത് നമ്മുടെ ശാഖയ്ക്കും യൂണിയനും നമ്മുടെ ആൾക്കാർക്ക് എല്ലാവർക്കും ഗുണകരമായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുവാൻ അവരെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ജനറൽ സെക്രട്ടറിയുടെ, അത് ഉദ്ദേശിച്ചാണ് ജനറൽ സെക്രട്ടറി ഇങ്ങനെ ഒരു പെൻഷൻ കൗൺസിൽ തന്നെ രൂപീകരിച്ച് പ്രവർത്തിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ പെൻഷനേഴ്സിൻ്റെ അടുത്ത അവരൊക്കെ നിങ്ങളടുത്ത് പറയും. എൻ്റെ കർത്തവ്യം ഇവിടെ സ്വാഗതം പറയുക എന്നുള്ളതാണ്. ഇത് ഇന്നത്തെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇരിക്കുന്ന സുരേന്ദ്രൻ സാറിന് നേരത്തെ എംപ്ലോയീസ് ഫോറത്തിൻ്റെ കേന്ദ്ര സമിതിയിലുണ്ടായിരുന്നതാണ്. സാറ് പെൻഷനായപ്പോൾ അടുത്ത് പെൻഷൻ കൗൺസിലേക്ക് ചാർജ് കൊടുത്ത് പെൻഷൻ കൗൺസിലിൻ്റെ കേന്ദ്ര സമിതി വേണം. അപ്പോൾ സാറ് ഇവിടെ അധ്യക്ഷ സ്ഥാനത്ത് ഇരിക്കുകയാണ്. സാറിന് എൻ്റെ പേരിലും ഈ SNDP യൂണിയൻ്റെ പേരിലും അതുപോലെ എംപ്ലോയീസ് ഫോറത്തിൻ്റെയും പെൻഷൻ കൗൺസിലിൻ്റെ എല്ലാ
അടുത്തതായി നമുക്കറിയാം, നമ്മുടെ പാറശാല യൂണിയൻ്റെ കരുത്തനായ നേതാവ്, അഡ്മിനിസ്ട്രേറ്റർ, SNDP യോഗം പാറശാല യൂണിയൻ്റെ അഡ്മിനിസ്ട്രേറ്റർ ഇപ്പോൾ ഒരു വർഷത്തെ പ്രവർത്തനം കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, എന്തെല്ലാം ഇനി ഒരുപാട് കാര്യങ്ങൾ ഈ യൂണിയന് വേണ്ടി ചെയ്യാൻ അദ്ദേഹം തയ്യാറായിരിക്കുകയാണ്. അത് ഉടൻ തന്നെ ബാക്കി പടിപടിയായിട്ട് ചെയ്തവരും എല്ലാ ശാഖയിലും അതിൻ്റെ ഗുണങ്ങളും എല്ലാം എത്തിച്ചേരും. അപ്പോൾ അദ്ദേഹത്തിനും നമ്മുടെ കരുത്തനായ നേതാവ് SNDP പാറശാല യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ JN.S. ഉരമ്പ് അവരെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി മുഖ്യ പ്രഭാഷണം നടത്തുന്നത് പെൻഷൻ കൗൺസിലിൻ്റെ മറ്റു കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞു തരുവാനും മുഖ്യ പ്രഭാഷണം നടത്തുവാനും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ശ്രീനാരായണ പെൻഷനേഴ്സ് കൗൺസിലിൻ്റെ കേന്ദ്രസമിതി അംഗം സന്തോഷ് സാറാണ്. സന്തോഷ് സാറിനെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. അടുത്തതായി നിങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ പെൻഷൻ കൗൺസിലിലെ അംഗങ്ങളും ചെയ്തു കൊള്ളുന്നു. അന്തരിച്ചു വരികയാണ്. തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ് ഇതിൻ്റെ ചെറിയൊരു ശക്തി കുറഞ്ഞ ഒരു ജില്ല. ഈ സംഘടന രൂപീകരിക്കുമ്പോൾ നമുക്ക് അത് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. നമുക്ക് പെൻഷൻകാർക്ക് മാത്രമല്ല, ആ ശാഖകളിൽ, ആ സമൂഹത്തിന്, ആ യൂണിയന് എല്ലാം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സാധിച്ചെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഇതിനെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു പ്രസിഡന്റ് നിങ്ങൾ എന്നെ ഒന്ന് പറയുക. ഇല്ല, കൂടെ നമ്മളിവിടെ ഉണ്ട്. ബഹുമാന്യരായ ചെറുപ്പക്കാരും വലിയവരൊക്കെ ഉണ്ട്. എല്ലാവർക്കും എൻ്റെ ആദ്യം നന്ദി പറഞ്ഞുകൊണ്ട് എന്തായാലും അത് മാറി പുതിയ അദ്ദേഹം ഈ പാറശാല യൂണിയൻ്റെ അഭിനന്ദനം അറിയിക്കുകയാണ്. ഇത് ഈ സ്ഥാനം എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. സത്യത്തിൽ സെക്രട്ടറിക്കാണ് ചാർജ് കൂടുതൽ. നമ്മുടെ ഈ SNDPയിൽ സെക്രട്ടറിക്കാണ് സ്ഥാനം കൂടുതൽ. അതാണ് അദ്ദേഹത്തിന് വർക്ക് കൂടുതലുണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഞാൻ പറഞ്ഞു. ബാബു, മോഹനൻ, യശോധരൻ, ശിവാൻ. പുതിയ മെമ്പേഴ്സാണ് അവരെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. പെൻഷൻകാരുടെ സംഘത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് പാറശാല യൂണിയൻ്റെ മെമ്പേഴ്സ്. എല്ലാവർക്കും നമസ്കാരം. വേറെ ഒന്നും പറയാനില്ല. ഞാൻ 35 നമ്മൾ കോഴിക്കോട് ശാഖയിൽ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യണം. കുറച്ച് നാൾ കൊണ്ട് ഞാൻ ഇദ്ദേഹത്തിന് സെക്രട്ടറിയാണ്. അപ്പോൾ അതിൽ വർക്ക് ചെയ്യാൻ തന്നെ ഒരു സമയമില്ലാത്ത ഒരു സമയത്താണ് SNDPയുടെ വേറൊരു പ്രസ്ഥാനത്തിലേക്ക് പ്രസിഡൻ്റായിട്ട് സെലക്ട് ചെയ്തത്. പക്ഷേ ഞാനത് അക്സെപ്റ്റ് ചെയ്യാൻ കാരണം പാറശാല യൂണിയൻ്റെ ഇന്നത്തെ സ്ഥിതി വളരെ മോശമായ സ്ഥിതിയായിരുന്നു. അതിൽ നിന്ന് കുറച്ചൊക്കെ ഉയർത്തിപ്പിടിച്ചു കൊണ്ടുവന്ന ശ്രീ ഉരമ്പ് ജയന് ആദ്യമായിട്ട് ഞാൻ നന്ദി നമസ്കാരം ചെയ്യുന്നു. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ പെൻഷനേഴ്സ് യൂണിയൻ കൊണ്ട് നമുക്ക് കിട്ടുന്ന സമ്പന്നം, ഇഴവാസിന് കിട്ടുന്ന അത് കിട്ടാത്ത
കിട്ടാതെ വേറെ സമുദായങ്ങൾ അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ടിരിക്കുകയാണ്. അതിനെന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുക്കാൻ ഈ SNDPയുടെ യൂണിയനോ ഈ ഭിന്നശേഷിയുടെ കഴിവോ അതിനാരെങ്കിലും സപ്പോർട്ട് ചെയ്യുമോ? അതിനുവേണ്ടി എന്തെങ്കിലും ഒരു വാക്ക് പറയാൻ ആരെങ്കിലും തയ്യാറാണ്? നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കിട്ടേണ്ട അവകാശങ്ങൾ കംപ്ലീറ്റ് നേടി വേറെ സമുദായങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നത് അതിൽ ആരെങ്കിലും ഒരക്ഷരം സംസാരിച്ചിട്ടുണ്ട്? അവിടെയാണ് നമ്മൾ ഒന്നിക്കേണ്ടത്. അവിടെ ജാതി, നമ്മുടെ ജാതി നമ്മുടെ ബാക്കി എല്ലാ ജാതിക്കാരും നല്ലവണ്ണം സഹകരിച്ച് പോകുമ്പോൾ നമ്മുടെ ജാതിക്കാർ വളരെ ഭിന്നതയാണ്. ആരെങ്കിലും ഒരാളെ പിന്തുടരുന്നുണ്ടെങ്കിൽ മുതിർന്ന കേന്ദ്രീയത്തോട് മറ്റേ സൈനികരായിട്ടുള്ള ഓരോ അംഗങ്ങളെയും നേതൃത്വം വയസ്സിലിരിക്കുന്ന നമ്മുടെ യൂണിയൻ പ്രതിനിധിത്വ അഡ്മിനിസ്ട്രേറ്റർ, കേന്ദ്ര നിർവാഹക സമിതി അംഗങ്ങൾ, മറ്റ് പ്രധാന ഭാരവാഹികൾ എല്ലാവർക്കും ഒരുപാട് യൂണിയന്റെ ഓരോ ശാഖകളുടെയും ഈ യൂണിയന്റെ പോഷക സംഘടനകളുടെയും കരുത്ത് അതുണ്ടെങ്കിൽ മാത്രമേ പൂരം ചെയ്യാൻ കരുത്തുണ്ടാവും. അത് കൊടുക്കേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുണ്ട്. ഈ സംഘടനയിലും ഈ പ്രസ്ഥാനത്തിലും ഈ സമുദായത്തിലും നമ്മൾ ജീവിക്കുന്ന കാലത്തോളം നമുക്കതിൻ്റെ കടമയുണ്ട്. അതിൻ്റെ ഒരു ഭാഗം മാത്രം ആണ് ഞാനിവിടെ നിർവഹിക്കാൻ വേണ്ടി. അതോടൊപ്പം തന്നെ നമ്മുടെ ശാഖകളിലെല്ലാം കൂടെ ചേർന്ന് 35-ലധികം പെൻഷൻകാർ ഉണ്ടെന്നാണ് അറിയുന്നത്. പരമാവധി ആളുകളെ ബന്ധപ്പെടാം. ഇപ്പോൾ എല്ലാത്തിനും നമുക്ക് മാധ്യമം മീഡിയ ഉണ്ട്. മിക്കവാറും ആളുകളുടെ കയ്യിലൊക്കെ വാട്സപ്പ് ഫോണുകളുണ്ട്. ചിലപ്പോൾ നിങ്ങൾ പെൻഷൻകാരാണ് തോന്നി കാണില്ല. 65-ആയി. അപ്പോൾ പിന്നെ എല്ലാവർക്കും അതേ ആരോഗ്യം കിട്ടിയെന്ന് വരില്ല, ഓടി നടക്കാൻ കഴിയുമെന്ന് വരില്ല. അങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ എന്തായാലും അതെല്ലാം ഒന്ന് പരിശോധിച്ച് കഴിയുന്നത്ര കാര്യങ്ങളുമായി ഇപ്പോഴത്തെ കമ്മിറ്റി നിലനിൽക്കാൻ ശ്രമിക്കും എന്നുറപ്പ് നൽകിക്കൊണ്ട് എൻ്റെ മാത്രമേ ിരിക്കുന്നു. അടുത്ത് നമ്മൾ ഉടനെ തന്നെ എല്ലാവരും പരസ്പരം ബന്ധപ്പെടുക. എൻ്റെ ഫോൺ നമ്പർ 24 മണിക്കൂറും ഫോൺ വർക്ക്. എല്ലാ സഹായവും സപ്പോർട്ടും എൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവും. മാത്രമല്ല നമ്മുടെ ഈ ഇവിടെ ഓഫീസ് സ്റ്റാഫിൻ്റെ നമ്പറും കൂടെ വെച്ചിരുന്നാൽ എന്നെ കിട്ടും. ഇല്ലെങ്കിൽ സ്റ്റാഫിൻ്റെ നമ്പർ കൂടെ എന്തെങ്കിലും ഓഫീസ് സംബന്ധമായിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും പേപ്പർ എടുക്കുന്ന നമ്പർ. ജഗദീശ്വരൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ജഗദീശ്വരൻ നമ്മളെല്ലാവരെയും